അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി മെറ്റീരിയൽ. ഞാൻ സ്ലീവൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വൈറ്റ് പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വൈറ്റ് കളർ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മളിതിന് ഡിസൈൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നീളത്തിലും വീതിയിലും ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 15.5 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വീതി ഒരു 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നെക്കിൻ്റെ അളവുകളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്കിൻ്റെ വിടുത്ത് ഒരു 3.5 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് നമുക്കൊരു സ്ക്വയർ വരച്ചെടുക്കാം. ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല നെക്ക് ഡിസൈൻ വരച്ചു കൊടുക്കാം. എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഞാൻ സിമ്പിളായിട്ടൊരു റൗണ്ട് നെക്ക് മാത്രമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണേൽ വരച്ചെടുക്കാം. അതിനുശേഷം ഈ റൗണ്ട് നെക്ക് ഇതിന് വരച്ചെടുത്തതിന് ശേഷം ആ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഏകദേശം 1-2 തവണ, അതായത് ഈ നെക്ക് ഡിസൈൻ ഒന്ന് വളഞ്ഞ് വരുന്ന ആ പോയിന്റ് വരെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ടൊരു വരയായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇത് എത്തേണ്ട പോയിൻറ്റ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് എവിടെ എത്തിച്ചേരേണ്ട പോയിൻറ്റ് 6 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം ആ 6 ഇഞ്ചിലേക്കാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത്. അതൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏകദേശം കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒന്നുമല്ല, ജസ്റ്റ് കൈ കൊണ്ട് ആ ഒരു ഡിസൈൻ ഇങ്ങനെ വളഞ്ഞ് വന്ന് അവിടെ മുട്ടുന്ന രീതിയിൽ ഒരു ഡിസൈൻ ഒന്ന് വരച്ചെടുക്കുക. ഇങ്ങനെ ആദ്യം ചെറുതായിട്ട് കട്ടിയില്ലാണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഏകദേശം കറക്റ്റായെന്ന് തോന്നുമ്പോൾ നല്ല കട്ടിയിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വരയിലൂടെ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് വൈറ്റ് ക്ലോത്തിൽ, ആ നേരത്തെ കാണിച്ച വെള്ള തുണിയിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്തതിന് ശേഷം ആ ഭാഗം ക്യാൻവാസ് വരുന്ന ഭാഗം തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. സൈഡിൽ എക്സ്ട്രാ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിൻ്റെ സൈഡിൽ പൈപ്പിംഗ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ക്യാൻവാസിൻ്റെ അതേ അളവിൽ തന്നെ വെള്ള തുണി കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇങ്ങനൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ആ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങനെ ഒന്നൊരു വളച്ചൊരു ഇലയുടെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. ഞാൻ ഏകദേശം ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് കട്ടിയിൽ കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഈ ചോക്കിൻ്റെ കളറ് കട്ടിയില്ലാന്ന് പറഞ്ഞാൽ എല്ലാവരും കംപ്ലയിൻ്റ് അറിയാം. ഞാനിപ്പോൾ അടുത്ത തവണ നല്ല ഡാർക്ക് കളർ എടുക്കാം, സോറി. അതിനുശേഷം ഈ ഒരു സൈഡിലും കൂടി ഇതൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ അറ്റം കൃത്യമായിട്ടൊന്ന് ആ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇതിവിടെ ഒരു പീസ് തുണി വെക്കണം. അതിലേക്കൊന്ന് പതിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിക്ക് തന്നെ ചോക്ക് കൊണ്ട് വരച്ചെടുക്കണം. അതിനുശേഷം ഏതാ തുണി വേണ്ടതെന്ന് വെച്ചാൽ ആ തുണിയിൽ അതിൻ്റെ ചീത്ത വശത്ത് ഈ ഭാഗം ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുമ്പോൾ ആ ചോക്കിൻ്റെ അടയാളം കൃത്യമായിട്ട് അതിൽ വരും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ വരക്കേണ്ടി വരും, അല്ലെങ്കിൽ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്താൽ മതി, എളുപ്പ വഴിയാണ്. അപ്പോൾ ഞാനത് ആ വന്ന വര ഒന്ന് കട്ടിയാക്കി എടുത്തിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കൃത്യമായിട്ട് കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് അത്യാവശ്യമുള്ള പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. 2 സൈഡിലും അവിടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം. ഇതിങ്ങനെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അറ്റത്തൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിവിടെ ചെറിയൊരു ഡിസൈൻ ചെയ്തെടുക്കാനുണ്ട്. അതിന് മുമ്പ് വേറൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മെയിൻ നെക്ക് ഉണ്ടല്ലോ, അതും ഇതിൻ്റെ മുകളിലൂടെ ആയിപ്പോയിട്ട് ഈ പീസ് ഒന്ന് കട്ടായി പോകാത്ത രീതിയിൽ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ പകുതി ഇങ്ങനെ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ കട്ടിയിൽ ചോക്ക് കൊണ്ട് വരച്ചെടുത്തിട്ട് ഇങ്ങനെ പതിപ്പിച്ചെടുക്കുമ്പോൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലൊന്നും ആയിപ്പോകുന്നൊന്നുമില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. അഥവാ കൂടിപ്പോയില്ലെങ്കിൽ നെക്ക് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നോക്കി അല്ലെങ്കിൽ ആദ്യം കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ആ വെള്ള പീസിൽ നിന്ന് കുറച്ച് സ്ക്വയറുകൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലൊരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട്. 4ആയിട്ട് മടക്കിയിട്ട് ഒരു ട്രയാങ്കിൾ പോലെ ആക്കിയിട്ട് ഒരു 5 എണ്ണം ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് 2 തരത്തിൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ അതായത് 2 അരികും ജോയിൻ്റ് ആകുന്ന അവിടെ തിരിച്ചിട്ടിട്ട് തയ്ച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്രോസ് പീസ് 2ആയി മടക്കിയിട്ട് നാട പോലെ ആക്കി തിരിച്ചിട്ടതിന് ശേഷം അങ്ങനെയും തയ്ച്ച് കൊടുക്കാം. 2 തരത്തിൽ ചെയ്തെടുക്കാം. മുമ്പേ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ പല വീഡിയോസിലും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നാട പോലെ ആക്കിയതിന് ശേഷം തിരിച്ചിട്ടിട്ട് ക്രോസ് പീസിൻ്റെ ഇങ്ങനെ 2 അറ്റത്തും തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും ചെയ്തെടുക്കണം. ഈ ഒരു സൈഡിൽ ഈ സൈഡിലും അതുപോലെ നെക്കിൻ്റെ അവിടെയും നമ്മൾ ഇതേ പച്ച തുണി വെച്ചിട്ട് തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ നെക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. 1/2 ഇഞ്ച് തയ്യൽത്ത് പോയിട്ടിട്ട് തയ്ച്ചതിന് ശേഷം മടക്കി ഉള്ളിലേക്ക് ആക്കിയിട്ട് പതിച്ച് തയ്ച്ച് കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങനെ മടക്കി ആ പച്ചയിലൂടെ തന്നെ തയ്ച്ചെടുക്കുക. അതേപോലെ തന്നെയാണ് ഉള്ളിലെ നെക്കും ചെയ്തെടുക്കുന്നത്.
ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് തയ്യൽ ട്യൂബ് ഇട്ടിട്ട് തയ്ച്ച് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് മടക്കിയിട്ട് പതിച്ച് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആവും. ഇതാ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കണം, എന്നാലും നല്ല ഭംഗിയായിട്ട് തിരിഞ്ഞ് കിടക്കില്ല, ഇല്ലെങ്കിൽ അവിടെ മടക്ക് വരാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. 2 സൈഡും നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിൽ വെച്ച് കൊടുക്കണം. മെയിൻ ക്ലോത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് അതൊന്ന് പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി എല്ലാ സ്ഥലത്തും വൈറ്റും ഗ്രീനും കോൺട്രാസ്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പീസ് നമ്മൾ കൊടുത്ത സ്ഥലത്ത് നമുക്ക് പച്ചയൊക്കെ അടുത്തടുത്ത് വരുന്നതുകൊണ്ട് ഈ ഡിസൈൻ നമുക്ക് ശരിക്കും കാണുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം വെച്ച് കൊടുത്തത് വെച്ചാൽ ഫുള്ളായിട്ട് അങ്ങനെ ഒന്ന് വൈറ്റ് ലേസ് വെച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ വൈറ്റ് ലേസ് വെച്ച് കൊടുക്കുമ്പോൾ എന്തോ ഒരു ഭംഗിക്കുറവ് എനിക്ക് തോന്നി, എന്തോ ഒരു ചേർച്ചക്കുറവ് പോലെ തോന്നി. ഇനി ഫുള്ളായിട്ട് വെച്ച് കൊടുത്താലും എന്തോ ഒരു പോലെ തോന്നുക, ഒരുപാട് ഭയങ്കരമായ ഡിസൈനായി പോകുന്നില്ലൊരു കൊണ്ട് ഞാൻ വിചാരിച്ചു ആ വൈറ്റ് കൊണ്ട് തന്നെ നേരത്തെ പോലെ ഇവിടെ കൊടുത്ത പോലെ ഒരു നാട പോലെ ഉണ്ടാക്കിയിട്ട് ഈ സൈഡിലും വെച്ച് കൊടുത്താൽ ഇതാ ഈ ലീഫ് ഡിസൈൻ കൃത്യമായി കിട്ടും. വേണമെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് അത് ഈ ഡിസൈൻ തീരുന്നിടത്ത് വരെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതാ അല്ലെങ്കിൽ മുകളിൽ നിന്നേ തുടങ്ങിയിട്ടും വെച്ച് കൊടുക്കാം. ഞാൻ മുകളിൽ നിന്നേ തുടങ്ങിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യം തന്നെ ഈ ഫുൾ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ടല്ലോ നെക്കിന്, അത് മൊത്തം വൈറ്റിൽ കൊടുത്താൽ മതി. അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ ലേസ് വെക്കാന്നുള്ളത് കൊണ്ടാണ് വേറെ തന്നെ പച്ച കൊടുത്തിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതിങ്ങനെ ആയത്, ലേസ് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പീസ് കൊടുത്തത്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് അവിടെയും തയ്ച്ച് കൊടുത്തിട്ടുണ്ട്, മുകളിലും തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇനി നമുക്ക് ഈ ഉള്ളിലുള്ള ഭാഗം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന് ശേഷം ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഒന്നും കൂടി ഉള്ളിലെ നെക്കിൻ്റെ ആ പച്ചയിലൂടെ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുത്താൽ ആ പീസുകളൊക്കെ ഉള്ളിൽ തന്നെ ആയി കിട്ടും. അപ്പം നമ്മുടെ നെക്ക് ഡിസൈൻ കംപ്ലീറ്റും ആയി കിട്ടും. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനി മുകളിലൊന്ന് തയ്ച്ച് കൊടുത്ത് സെറ്റാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇതുപോലെ അടിപൊളി ഡിസൈനും വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.